ഇന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു. മോർണിംഗ് തൊട്ടിട്ട് ആഫ്റ്റർനൂൺ വരെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ സ്കൂൾ കാര്യങ്ങൾക്കൊക്കെ പോയി യൂണിഫോം കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നതുകൊണ്ട് ഇന്നത്തെ ഒരു ഹാഫ് ഡേ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കണം തോന്നി. കുറേ ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം സ്റ്റോപ്പാക്കിയിട്ട് കുറച്ച് നാളത്തേക്കുള്ള കുറച്ച് പ്ലാനിങ് മാത്രം ചെയ്തിട്ട് ഞാൻ ഇന്ന് ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ 30th ഡേ ആണെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് ഓടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം നമുക്ക് തന്നെ റെസ്റ്റ് കൊടുക്കേണ്ട ദിവസമാണ്. ആ ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം റെസ്റ്റ് ഡേ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. ആഫ്റ്റർനൂൺ ശേഷം റെസ്റ്റ് എടുക്കുമായിരുന്നു. കുറച്ച് നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് ജോലി ചെയ്ത് മടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ഒരു ദിവസം ലീവ് കൊടുക്കേണ്ടതാണ്. ആ ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഡേ റെസ്റ്റ് ഡേ ആയിട്ട് ഇരിക്കുക. അത് വീണ്ടും നമുക്ക് നാളെ ഒരു പുതിയ ഡേ തുടങ്ങാനും നാളെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി എടുക്കുക എന്നതാണ്. നമ്മൾ ഓടി തളർന്നവർ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കാറില്ല. അതുപോലെ നമുക്ക് പിറ്റേ ദിവസം വീണ്ടും നല്ല ഉന്മേഷത്തോടെ ജോലികൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ റെസ്റ്റ് എടുക്കാറുണ്ടോ? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ലീവ് കൊടുക്കാറുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.